നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഗ്രസ് ചെങ്കോട്ടയിൽ വന്ദേമാതരം കേൾക്കാതിരിക്കാനാണ് ഒളിച്ച് AICC ഓഫീസിൽ വന്നു നിന്നത്. ആ AICC ഓഫീസിൽ തന്നെ വന്ദേമാതരം പൂർണ്ണമായും മുഴങ്ങിക്കേട്ടു 7 ദശാബ്ദങ്ങൾക്ക് ശേഷം. അതുമാത്രമല്ല 3 സ്റ്റേറ്റുകൾ, കോൺഗ്രസ് ഭരിക്കുന്ന 3 സ്റ്റേറ്റുകളിലും വന്ദേമാതരം പാടിയിരിക്കുകയാണ്. എന്തു പറയുന്നു, കോൺഗ്രസ് വഴിതെറ്റി പോകുന്നുണ്ടോ അതോ ശരിയായ വഴിയിലാണോ? അല്ല, അത് നല്ല ചോദ്യമാണ്. ഇതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം ഹരി ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ചെങ്കോട്ടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് എത്രത്തോളം വർദ്ധിപ്പിക്കും, നമ്മുടെ കീർത്തി എത്രത്തോളം ലോകമെങ്ങും പരക്കും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പകരം ആ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഒക്കെ ഒളിച്ചോടുകയായിരുന്നു. എന്തിനാണ് ഈ ഒളിച്ചോട്ടം? വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. ഇത് ലോകം മുഴുവനും കാണും. പാർലമെൻറ്റിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നതല്ലേ? കാരണം പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നേ പറ്റൂ. പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അത് ഗുരുതരമായ കൃത്യവിലോപത്തിന് കാരണമായിത്തീരും. അത് ഒരു പക്ഷേ ഭാവിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് പോലും അതിൽ വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ഭയം കോൺഗ്രസിനുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്. സത്യത്തിൽ പേടിച്ചോടിയതാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സിന് എന്താ സംഭവിച്ചിരിക്കണമെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഏതോ ഒരു കൂട്ടം ആൾക്കാർക്ക്, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. നോക്കൂ, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ താങ്കൾ ചോദിച്ചതിനകത്ത് എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇപ്പം കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്. അതിൽ 3 സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലി. കർണാടക, തെലങ്കാന, ഹിമാചൽ. ഞാൻ ആ 3 ഗവൺമെൻറ്റുകളെയും അഭിനന്ദിക്കുന്നു ഈ കാര്യത്തിൽ. കേരള ഗവൺമെൻറ്റിന് അതിനുള്ള നട്ടല്ലില്ലാതെ പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ സകല വിവാദങ്ങളുടെയും വേര് എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിക്കും വന്ദേമാതരത്തിനും ആനന്ദമഠൻ നോവലിനും ഒക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സന്യാസിമാർ നയിച്ച സമരത്തെ ഇപ്പോൾ സൂഫി സന്യാസിമാർ നയിച്ച സമരമാക്കി മാറ്റി. എന്ന് മാത്രമല്ല, അവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചുകൊണ്ടിരുന്ന നവാബ്, ആ നവാബിനെതിരെ കൂടിയാണ് നടന്നത് സമരം. ആ സമരത്തെ ഈ സൂഫി സന്യാസിമാർ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നടത്തിയ സമരത്തെ നാഗസന്യാസിമാരും മറ്റും വന്ന് ഹൈജാക്ക് ചെയ്തത് മാത്രമല്ല, അവർ അത് നവാബിനെതിരായ ഒരു കലാപമാക്കി മാറ്റി. പുതിയ ഇൻ്റർപ്രിട്ടേഷൻസ് വരികയാണ് വന്ദേമാതരത്തിന്. ഞാൻ ആലോചിക്കണം, ഈ കേരളത്തിലടക്കമുള്ള ഹിന്ദു സംഘടനകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ അണിയറയിൽ നടക്കുന്ന ഈ നരേറ്റീവുകൾ, ഇത് ലോകം മുഴുവനും വ്യാപിച്ചതിന് ശേഷമാണ് ഇവരിത് എതിർക്കാൻ വരുന്നത്. ഇത് മുളയിലേ നുള്ളേണ്ട കാര്യങ്ങളാണ്. ഈ തെറ്റായ ഇൻ്റർപ്രിട്ടേഷൻസ്, തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ ആഖ്യാനങ്ങൾ, ഇതൊക്കെ ഇവിടെ ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകളും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വളരെ നിരുത്തരവാദപരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഫോൾസ് പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, എനിക്ക് കേരളമാണ് ഇതിൻ്റെ വേര് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും ഒന്നും ഈ താളത്തിന് തുള്ളാൻ നിൽക്കില്ല. അവിടുത്തെ ദേശീയവാദികളായ നേതാക്കൾ വന്ദേമാതരം കിട്ടിയ അവസരത്തിൽ പൂർണ്ണമായിട്ടും ചൊല്ലി രാജ്യത്തിനോട്, ഞാൻ പറയുന്ന കേന്ദ്ര സർക്കാരിനെയും BJP ഒന്നുമല്ല, രാജ്യത്തിനോട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാണ് മാതൃക. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാശ്മീരിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലി, അതും നല്ല ഫറൂഖ് അബ്ദുള്ളയെ സാക്ഷി നിർത്തി. ഒമർ അബ്ദുള്ളയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യമാണ് ഈ കാര്യത്തിൽ. അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം, രണ്ടും ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം താൻ രാജ്യത്തിനോടൊപ്പമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ആ ചൊല്ലിയ കുട്ടികൾ കണ്ടോ, സ്കൂൾ കുട്ടികൾ, നല്ല തട്ടമിട്ട ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾ എത്ര ഭക്തിപൂർവ്വം തൻ്റെ മാതൃരാജ്യത്തോടുള്ള ഭക്തി
എത്ര മധുരമായ സ്വരത്തിൽ ചൊല്ലി എത്ര ഭംഗിയായിട്ടാണ് അവരത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടികൾ, ഞാൻ ആ കാശ്മീരിലെ കുട്ടികൾ ചൊല്ലുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുകയും കേൾക്കുകയും ചെയ്തു. എത്ര മനോഹരമായിരിക്കുന്നു. ഇതാണ് ഭാരതം. അല്ലാതെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലും, ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നവർ സത്യത്തിൽ ഭാരതീയരല്ല. അവരുടെ പാരമ്പര്യം മറ്റെന്തോ ആണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ഈ മണ്ണിൻ്റെ പാരമ്പര്യം ഇതാണ്, ഈ മണ്ണിൻ്റെ വിപ്ലവ വീര്യം ഇതാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ കാശ്മീരിലെ വന്ദേമാതര ആലാപനം. അതുപോലെ ഹിമാചലിലെയും കർണാടകത്തിലെയും തെലങ്കാനയിലെയും തീർച്ചയായും ആലാപനം. പോട്ടെ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളെയൊക്കെ നമുക്ക് വിട്ടുകളയാം. BJP എന്തായാലും അത് ചൊല്ലും. തമിഴ്നാട്ടിൽ ഇത് ചൊല്ലില്ല. അതിൻ്റെ കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുമ്പോൾ ഈ ഭാരതത്തിൽ നിന്ന് 2 സംസ്ഥാനങ്ങൾ ഞങ്ങൾ വേറിട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് തമിഴ്നാടും 2 കേരളവും. വളരെ 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 നിരുത്തരവാദപരമായ സമീപനമാണ് ഈ 2 ഗവൺമെൻറ്റുകളും സ്വീകരിച്ചിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം വിഘടനവാദികളെ സഹായിക്കലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, വിഘടനവാദികളെ സഹായിക്കുന്നതിനപ്പുറം ഭീകരവാദികളെ സഹായിക്കലാണ്. SDPI ശക്തമാണ് തമിഴ്നാട്ടിൽ, ഇവിടെ മുസ്ലിം ലീഗ്. ആകെ ഒരു കാര്യം മനസ്സിലാക്കൂ ഹരി, അവിടെ ആകെ 5% വോട്ടേ ഉള്ളൂ. ഈ 5% വോട്ടിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ തള്ളിപ്പറയുന്നത് എത്ര ഭൂഷണമാണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ആലോചിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ തലയിൽ നിലാവല്ല പ്രകാശമാണുള്ളതെങ്കിൽ, അറിവാണുള്ളതെങ്കിൽ അദ്ദേഹം ചിന്തിക്കട്ടെ. ഇങ്ങനെ ഒരു 5% വേണ്ടിയിട്ടാണ്. അല്ല, 5% നമ്മൾ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണെന്ന് പറയരുത്. ഈ SDPI പോലെയുള്ള വിഘടനവാദ സംഘടനകൾ വളരെ ചുരുക്കമാണ്. അവർക്ക് ആകെ മുസ്ലിം സമൂഹത്തിൻ്റെ 1% പോലും അവരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ തരത്തിൽ പൊതുവെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഭയമുണ്ട്. അത് തെറ്റാണ്. അവർ ഈ മണ്ണിൽ ജനിച്ചവരാണ്, അവർക്ക് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവരും ഇന്ത്യൻ പൗരന്മാരാണ്. ഇതിലൊരു വ്യത്യാസവുമില്ല. അവരാരും വന്ദേമാതരത്തിന് എതിരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു വലിയ പ്രശ്നം കോൺഗ്രസിന് സംഭവിച്ചത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും കോൺഗ്രസിന് ചരിത്രപരമായും സംഭവിച്ചൊരു പിഴവുണ്ട്. അതായത് ഒരു കാര്യവുമില്ലാതെ മിതവാദികളായ മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കിയ ഇവരാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് ആണ് അതിന്റെ ഉത്തരവാദി. ഞാൻ വ്യക്തമായിട്ട് പറയാം. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മൗലാന മുഹമ്മദ് ഈ അധ്യക്ഷനാണ്, യോഗത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ഇത് വായിച്ചില്ല, പിന്നെ വന്ദേമാതരം ചൊല്ലാൻ തയ്യാറായില്ല. അതിന് പറഞ്ഞ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? അതിനകത്ത് വരുന്ന ഈ ഹിന്ദു ദേവതകളുടെ പേരല്ല പറഞ്ഞ, സംഗീതം ഇസ്ലാമിന് ഹറാമാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. നോക്കൂ, ഈ അധ്യക്ഷനെ സ്വീകരിക്കുന്നത് ബാൻഡ് വാദ്യത്തോടുകൂടി, അതൊക്കെ മുഴക്കി, പിന്നെ ഈ എന്താ പറയുക, ഇതൊക്കെ ഊതി, കുഴലൂതി, അത് സംഗീതമല്ലേ? അപ്പോൾ അല്ല, ഈ കാക്കിനാട സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നു. യോഗം തുടങ്ങുമ്പോൾ വന്ദേമാതരം ആലപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇറങ്ങിപ്പോയി യോഗത്തിൽ. വന്ദേമാതര ആലാപനം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത്. കോൺഗ്രസ്സിന് അവിടെ 1923 അന്ന് കോൺഗ്രസ് തീരുമാനിക്കണമായിരുന്നു മൗലാന മുഹമ്മദിനെ മാറ്റിയിട്ട് ഏതെങ്കിലും ദേശസ്നേഹിയായ ഒരു മനുഷ്യനെ, അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ സിഖോ ബുദ്ധനോ ആരുമാകട്ടെ, ഇവരുടെ ഇടയിൽ ഇറുകിപ്പോയി കോൺഗ്രസ്. അതായത് ഒരു ഇറുക്കവുമില്ല. ഇതെല്ലാം നാടകമാണ്. അല്ല, നാടകം. ഇതിനപ്പുറം അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിന്റെ രക്തത്തിൽ ദേശവിരുദ്ധത കലർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രീണനത്തിന്റെ ഒരു ഇറുകലുണ്ടായിരുന്നു. 1916 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. 13 ജിന്ന ആ സമയത്ത് മിതവാദിയായിരുന്നു. 6 മിതവാദിയായിരുന്നു, 13 അല്ല. ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഈ ആവശ്യമില്ലാത്ത ഖിലാഫത്തിനെയും മറ്റു കാര്യങ്ങളെയും ഇൻക്ലൈൻ ചെയ്തു. അതാണ്, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗാന്ധി, നെഹ്റു തുടങ്ങിയവരുടെ നയം തെറ്റായിരുന്നു. ബിപിൻ ചന്ദ്ര വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് നയം തെറ്റായിരുന്നു. ഈ ഖിലാഫത്ത് എന്ന ആപത്തിനെ ക്ഷണിച്ചു വരുത്തിയത് ഗാന്ധി നെഹ്റു ടീമാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനൈക്യം.
ഇവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല. മുസ്ലിങ്ങളുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഹിന്ദുക്കൾ ഇടപെടാൻ വരില്ല, ഹിന്ദുക്കളോട് കോർക്കാൻ അവരും വരില്ല. അവരവരുടെ ആചാരവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോയേനെ. ഈ വിഷം കുത്തിവെച്ചത് 1919 ശേഷമാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ, ലോകമാന്യ ബാലഗംഗാധര തിലകനൊക്കെ പണ്ട് ഗണേശോത്സവം പോലെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും ഇല്ലായിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങനെ ഒരു വിഭാഗീയത ഇല്ലായിരുന്നു. അവർ ഒരുമിച്ച്, അത് ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു പോരാട്ടമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. 1905 സ്വദേശി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബംഗാളിലെ ഇസ്ലാമിനെയും ഹിന്ദുവിനെയും വേർപെടുത്തുക എന്നുള്ളതാണ്. ആ വേർപെടുത്തുന്നതിനെതിരെ മുഴക്കിയ മുദ്രാവാക്യങ്ങൾ, മുഴക്കിയ വന്ദേ മാതരം, അതായത് ഒരുമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചേർത്ത പൂർണ്ണമാക്കിക്കോട്ടെ വന്ദേ മാതരം. ആ വന്ദേ മാതരം ആലപിക്കേണ്ട എന്ന് പറഞ്ഞത് ഇന്ത്യയെ വിഭജിക്കുവാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിച്ച മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് വന്ദേ മാതരം ഇന്ന് കോൺഗ്രസ് ഉപേക്ഷിക്കുന്നു. യോജിപ്പിക്കുവാൻ ശ്രമിച്ച വന്ദേമാതരത്തെ വിഘടിപ്പിക്കുവാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്നതല്ലേ ഇത്? അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ താങ്കൾ പറഞ്ഞതുപോലെ ചെങ്കോട്ടയിൽ നിന്ന് ഒളിച്ചോടിയ കോൺഗ്രസ് AICC ആസ്ഥാനത്ത് വന്നപ്പോൾ അമ്മയ്ക്കും മകനും എല്ലാം വന്ദേ മാതരം പൂർണ്ണമായിട്ടും ചൊല്ലുന്നത് കേട്ട് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് ആര് നടത്തിയതാണെങ്കിലും അവരെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം വളരെ മനോഹരമായിട്ട് ഇതിനേക്കാൾ നല്ലൊരു മറുപടി കൊടുക്കാനില്ല. ഇനി ഇതിൻ്റെ ഒരു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, ഇത് എന്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആത്യന്തികമായിട്ട് കോൺഗ്രസ് പിളരാൻ പോവുകയാണ്. കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഈ അമ്മയുടെയും മകൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ഇത് ഈ സോണിയ മൈനോയുടെ കുടുംബത്തിൻ്റെ ഈ ധാർഷ്ട്യവും ഈ രാഷ്ട്രവിരുദ്ധതയും സഹിക്കാൻ വയ്യാതെ അവർ അതിൽ നിന്ന് പുറത്തു വരും. അതാണ് യഥാർത്ഥ കോൺഗ്രസ്. ആ കോൺഗ്രസിലേക്ക് വിട്ടുപോയ പല നേതാക്കളും, ഗുലാം നബി ആസാദിനെ പോലെയുള്ള പല നേതാക്കളും മടങ്ങി വരും. ആ കോൺഗ്രസ് ശക്തിയോടുകൂടി ഇന്ത്യയിൽ ഒരു നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അമ്മയ്ക്കും മകനും ഇവിടെ നിന്ന് വണ്ടി കയറാം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് ഒരു തരത്തിലും ഇവരോട് ഇനിയും ഒരു മൃദു സമീപനം സ്വീകരിക്കരുത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അന്ത്യത്തിന് കാരണമായി തീരും. ഇപ്പോൾ തന്നെ അത് തകർന്ന് തരിപ്പണമായി. ഇനി ഒരു യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ളവരെ ഒഴിവാക്കി യഥാർത്ഥ ദേശസ്നേഹികളുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഭാവിയുണ്ട്, നിങ്ങളുടേതാണ് വരാൻ പോകുന്ന കാലം. ഒരു മികച്ച പ്രതിപക്ഷമായി രാജ്യത്തിന് മുതൽക്കൂട്ടായി കോൺഗ്രസ് മാറിത്തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും കോൺഗ്രസ് പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ഒരു പഴയ ദേശീയ സംസ്കൃതിയിലേക്ക് മടങ്ങി പോകേണ്ടതാണ്. 1936 ജിന്നയെ ഭയന്ന് ഓടിക്കൊണ്ട് വന്ദേമാതരത്തെ ഒഴിവാക്കി, അല്ലെങ്കിൽ വന്ദേമാതരത്തിൻ്റെ 2 സ്റ്റാൻസ് കഴിഞ്ഞാലുള്ള സ്റ്റാൻസുകൾ വെട്ടിമുറിച്ച ആ സംസ്കൃതിയിലേക്കല്ല, മറിച്ച് ദേശീയ സംസ്കൃതിയിലേക്ക് അതെ, എല്ലാവരെയും യോജിപ്പിന്റെ ഐക്യത്തിന്റെ. ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഓണം, തിരുവോണം യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഉത്സവം. സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കാതെ, ഹിന്ദു സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കാതെ, തീർച്ചയായിട്ടും രാഷ്ട്രത്തിൻ്റെ സ്വത്വം അങ്ങനെയാണ്. പല രാഷ്ട്രങ്ങൾക്കും പല സ്വത്വം ഉണ്ടാകും. തീർച്ചയായും അത് ഒരുമിപ്പിക്കുന്നതാണ് ദേശീയത. പൈതൃകമാണെന്നേ അതിനെ മതത്തിൻ്റെയൊക്കെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ കാണുന്നത് വളരെ തെറ്റാണ്. തീർച്ചയായും അത്തരത്തിൽ ഒരു സംസ്കൃതിയിലേക്ക്, ദേശീയ സംസ്കൃതിയിലേക്ക് കോൺഗ്രസിന് മടങ്ങി വരാൻ കഴിയട്ടെ. നമസ്കാരം.